അതുമായി ബന്ധപ്പെട്ട് ഏറ്റവും ചുരുങ്ങിയത് 8 കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആ 8 കാര്യങ്ങളാണ് ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമതായി സക്കാത്തുൽ ഫിത്റിന്റെ ഹുക്മ് എന്താണ്? അത് നിർബന്ധമായ ഒരു ദാനമാണ്. നമ്മൾ സമ്പത്തിന്റെ, കൃഷിയുടെ, മറ്റ് സക്കാത്തുകൾ നിർബന്ധമായി നൽകുന്നത് പോലെ നിർബന്ധമായിട്ടുള്ള ഒരു അമലാണ് സക്കാത്തുൽ ഫിത്ർ. അത് അമലുൽ ത്വഹാറ എന്ന പേരിൽ, സകാത്തുൽ ബദൻ എന്ന പേരിലെല്ലാം അറിയപ്പെടുന്നുണ്ട്. അമലുൽ ത്വഹാറ എന്ന് പറഞ്ഞാൽ നോമ്പിന് വന്ന വീഴ്ചകൾ പരിഹരിക്കപ്പെടുന്ന ഒരു അമലായിട്ടാണ് അതിനെ പരിചയപ്പെടുത്തുന്നത്. അതുപോലെ സക്കാത്തുൽ ബദൻ എന്ന് പറഞ്ഞാൽ ശരീരം കൊണ്ട്, ശരീരത്തിന്റെ സക്കാത്ത് എന്ന പേരിലാണ് അതിനെ പരിചയപ്പെടുത്തുന്നത്. അപ്പോ അത് നിർബന്ധമായി കൊടുക്കേണ്ട ഒരു സകാത്താണ് എന്ന് നമ്മൾ ആദ്യമായി അതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കുക. ഇനി അടുത്തത്, ആരെല്ലാമാണ് അത് കൊടുക്കേണ്ടത്? സമുദായത്തിലെ ചില ആൾക്കാർക്ക് ഒരു ധാരണയുണ്ട്. കുറെ ആൾക്കാർ ഇത് കൊടുക്കാനും വേറെ കുറെ ആൾക്കാർ ഇത് വാങ്ങാനും. അങ്ങനെയല്ല, ഏകദേശം എല്ലാവരും കൊടുക്കേണ്ടവർ തന്നെയാണ്. ഫിത്ർ സക്കാത്ത് എല്ലാവരും ഏകദേശം കൊടുക്കേണ്ടവർ തന്നെയാണ്. എന്തുകൊണ്ടെന്നാൽ പെരുന്നാൾ ദിവസത്തിലെ ഭക്ഷണം, തനിക്കുള്ള ഭക്ഷണം, തന്റെ അധീനതയിലുള്ള ആൾക്കാരുടെ ഭക്ഷണം, അന്നത്തെ വസ്ത്രം, അന്ന് താമസിക്കാനുള്ള ഒരു സംവിധാനം, അത് വാടക വീട്ടിലാണെങ്കിലും ശരി, അന്നത്തെ വാടക കൊടുക്കാനുള്ള സംവിധാനമുണ്ടെങ്കിൽ അതെല്ലാം കഴിച്ച് ബാക്കി എന്തെങ്കിലും ഒരാളുടെ കൈവശമുണ്ടെങ്കിൽ അയാൾ ഫിത്ർ സക്കാത്ത് കൊടുക്കണം. അതാണ് നിയമം. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഏകദേശം ആൾക്കാരും കൊടുക്കേണ്ടവർ തന്നെയാണ്. ഞാൻ ആദ്യം സൂചിപ്പിച്ച രീതിയിലുള്ള കുറെ ആൾക്കാർ കൊടുക്കുക, വേറെ കുറെ ആൾക്കാർ വാങ്ങാനുള്ളവർ എന്നുള്ള ആ നിലപാട് നമ്മൾ തിരുത്തേണ്ടതാണ്. മൂന്നാമത്, അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഉമർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിലുണ്ട്. ഇമാം ബുഖാരി മുസ്ലിം സംയുക്തമായ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എല്ലാ അടിമയും അത് കൊടുക്കണം. എല്ലാ സ്വതന്ത്രനും കൊടുക്കണം. അടിമ കൊടുക്കുന്നത്, സ്വതന്ത്രം കൊടുക്കുന്നത് പോലെ തന്നെ അടിമയും കൊടുക്കണം. റജുലിൻ പുരുഷനും കൊടുക്കണം. വംറഅത്തിൻ സ്ത്രീയും കൊടുക്കണം. സ്വബീൻ കബീരിൻ സഗീരിൻ ചെറിയ കുട്ടിയും വലിയ കുട്ടിയും ആ ഫിത്ർ സക്കാത്ത് കൊടുക്കണം. അവർക്കൊക്കെ വേണ്ടിയിട്ട് അവരുടെ പേരൻസ് അവർ കൊടുക്കണം. അഥവാ അവരുടെ ആരുടെ അധീനതയിലാണ് ഇവർക്കുള്ളത് അവർ കൊടുക്കണം എന്ന്. ഉദാഹരണം കൃത്യമായി പറഞ്ഞാൽ, അടുത്ത വ്യാഴാഴ്ച 6:40 38 മഗ്‌രിബ് ബാങ്ക് കൊടുക്കുമ്പോൾ ആ മഗ്‌രിബ് ബാങ്ക് കൊടുക്കുന്നതിനോടുകൂടി അടുത്ത ശവ്വാലിലേക്ക് പ്രവേശിക്കുന്നു. മാസം കണ്ട് 2 മിനിറ്റ് മുമ്പ്, റമദാനിൽ 2 മിനിറ്റ് സമയം വെച്ചുകൊണ്ട് ഒരു കുട്ടി ജനിക്കുന്നു. 36:35 റമദാനിലെ അവസാനത്തെ ദിവസത്തെ 6:35 ഒരു കുട്ടി ജനിക്കുന്നു. ആ കുട്ടിക്ക് പോലും അത് കൊടുക്കണം. അതേ സ്ഥാനത്ത് മാസം കണ്ടതിന്റെ ശേഷമാണ് ആ കുട്ടി ജനിച്ച വിവരം നമ്മളോട് പറയുന്നതെങ്കിൽ ആ കുട്ടിക്ക് കൊടുക്കേണ്ടത്. കാരണം റമദാനിന്റെ അവസാനത്തിലും ശവ്വാലിന്റെ ആദ്യത്തിലും ഇവര് ജീവിച്ചിരിക്കണം എന്നതാണ് നിയമം. ഇനി ആ ജീവിച്ചിരിക്കല് 1 സെക്കൻഡ് ആണെങ്കിലും ശരി എന്നാണ് ഫുഖഹാക്കൾ പറയുന്നത്. ശവ്വാലിലേക്ക് പ്രവേശിച്ചു, അല്പം കഴിഞ്ഞതിന് ശേഷം ആ കുട്ടി മരിച്ചു പോയാലും ആ കുട്ടിക്ക്, ഒരു കുട്ടിയെന്നല്ല ആര് മരിച്ചു പോയാലും അവർക്കും കൊടുക്കണം ശവ്വാലിലേക്ക് പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ എന്നതാണ് ഫുഖഹാ ചർച്ച ചെയ്ത് അവസാനിപ്പിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും അത് കൊടുക്കണം എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മറ്റൊരു കാര്യം, 3ഉം 4ഉമായി അതിന്റെ വിഷയങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്, എത്രയാണ് കൊടുക്കേണ്ടത് എന്നാണ്. എന്താണ് കൊടുക്കേണ്ടതെന്ന് നമുക്കറിയാം. ഓരോ നാടുകളിലും പ്രധാന ഭക്ഷണം എന്താണോ അതാണ് കൊടുക്കുന്നതും കൊടുക്കേണ്ടത്. നമ്മുടെ നാട്ടിൽ അരിയാണ് കൊടുക്കേണ്ടത്. എത്ര കൊടുക്കണം എന്നതിനാണ് ചർച്ചകൾ. ഫുഖഹാക്കള്
സ്വാഇ എന്നാണ് കിതാബുകളിൽ നമുക്ക് ഹദീസുകളിലൊക്കെ നമുക്ക് കാണാൻ കഴിയാം. പക്ഷെ ആ സ്വാഇന്റെ അളവില് ചില അഭിപ്രായ വ്യത്യാസങ്ങള് കാലാന്തരമായിട്ട് വരാറുണ്ട്. അത് ചിലര് പറയും 2 കിലോനാണെന്ന്, ചിലര് 2,200 പറയും, ചിലര് 2.5 കിലോനാണെന്ന് പറയും. അത് ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ. നമുക്ക് ഏത് സ്വീകരിക്കുന്നോ അത് കൊടുക്കാം. നമ്മുടെ നാട്ടില്, നമ്മുടെ മഹലില് ഒരു ആളുടെ വിഹിതം 110 രൂപയാണ് എന്ന് സകാത്ത് സമിതി അറിയിച്ചിട്ടുണ്ട്. അപ്പോ എത്രയാണ് കൊടുക്കുന്നത് എന്ന് അവിടെ നമുക്ക് സംശയിക്കേണ്ടതില്ല. അവിടെ വേറൊരു സംശയം, ചില ആൾക്കാർ വ്യക്തിപരമായിട്ടും പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ഞങ്ങൾ ഏകീകൃത സകാത്തിന് എതിർപ്പൊന്നുമില്ല, പക്ഷെ ശരിയാണ്, അങ്ങനെയൊക്കെയാണ് കൊടുക്കേണ്ടത്. പക്ഷെ ഞങ്ങള് പൈസ കൊടുത്തേൽപ്പിക്കില്ല. ചില വസ്വാസുകൾ, ചില കൺഫ്യൂഷനുകൾ ഉണ്ടാക്കിയെടുക്കുക. ഞങ്ങൾ പൈസ കൊടുക്കില്ല. കാരണം റസൂൽ അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. റസൂൽ പറഞ്ഞത് ഒരു നാട്ടിലെ പ്രധാന ഭക്ഷണം കൊടുക്കാനല്ല പറഞ്ഞത്. അപ്പോ അരി കൊടുക്കാം, ഏകീകൃതമായിക്കോട്ടെ, ഞങ്ങൾ പൈസ കൊടുക്കൂല എന്നുള്ളതായിരിക്കുന്ന ചില ന്യായങ്ങൾ. അത് എന്തുകൊണ്ടാണ് അത്ര ന്യായങ്ങൾ പറയുന്നത് എന്ന് ചോദിച്ചാല് ആ വിഷയവുമായി കൂടുതൽ അവഗാഹം ഇല്ലാത്തത് കൊണ്ടാണ്. അതേ സംബന്ധിച്ച് അങ്ങനെ ഒരു ന്യായങ്ങളോ ഒരു കൺഫ്യൂഷനുകളോ നമുക്ക് ഉണ്ടാകാൻ പാടില്ല. എന്തുകൊണ്ടെന്നാല് മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ രീതിയില് നഖദ് നാണയങ്ങൾ ഫിത്ർ സക്കാത്തിന്റെ സമിതിയിലേക്ക് സ്വീകരിച്ച വ്യക്തിയാണ്. അബ്ദുല്ലാഹ് ബിൻ അംർ റളിയല്ലാഹു അൻഹു സ്വീകരിച്ചിട്ടുണ്ട്, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു സ്വീകരിച്ചിട്ടുണ്ട്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നൽകിയിട്ടുണ്ട്, മുആദ് ബിൻ ജബൽ അങ്ങനെ നൽകിയിട്ടുണ്ട്, ഹസൻ ബിൻ അലി റളിയല്ലാഹു അൻഹു അങ്ങനെ നൽകിയിട്ടുണ്ട് എന്നതാണ് നമുക്ക് ഇസ്ലാം പഠിപ്പിച്ചു തരുന്നത്. ഇനി താബികളിലേക്ക് വന്നാലോ ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുമുല്ലാഹ് അങ്ങനെ ശേഖരിച്ച് വിതരണം ചെയ്തിട്ടുണ്ട്. താവൂസ് റഹിമഹുമുല്ലാഹ് അങ്ങനെ നൽകിയിട്ടുണ്ട്. അതുപോലെ ഈ അഭിപ്രായം തന്നെയാണ് ഇമാം സൗരി രേഖപ്പെടുത്തിയത്, ഇമാം ബുഖാരി രേഖപ്പെടുത്തിയത്. ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഈ താബിഈ പണ്ഡിതന്മാരുടെയും സ്വഹാബത്തിന്റെയും അഭിപ്രായത്തെയും രീതിയെയും സ്വീകരിക്കുന്നവരാണ്. അവിടെ നമുക്ക് അങ്ങനെ ഒരു അഭിപ്രായം ഉടലെടുക്കേണ്ടതില്ല എന്നതാണ് ഞാൻ സൂചിപ്പിച്ചത്. ഇനി മറ്റൊരു കാര്യം അതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് എപ്പോഴാണ് കൊടുക്കേണ്ടത് എന്നാണ്. എപ്പോഴും കൊടുക്കാം, റമദാൻ 1 മുതൽ കൊടുക്കാമെന്നാണ് ഫുഖഹാക്കൾ പറയുന്നത്. പക്ഷേ ഒരു കാര്യമുണ്ട്, വാങ്ങിയ ആള് ശവ്വാലിൽ കൂടി ഉണ്ടായിരിക്കണം. വാങ്ങിയ ആള് ശവ്വാലിൽ കൂടി ഉണ്ടായിരിക്കണം എന്നാണ് ഫുഖഹാക്കൾ പറയുന്നത്. അപ്പോൾ പെരുന്നാൾ നമസ്കാരം പെരുന്നാൾ നമസ്കാരത്തിന്റെ മുമ്പായിട്ട് അത് കൊടുത്തു വീട്ടണം. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അതാണ്. ആർക്കാണ് കൊടുക്കേണ്ടത്, അവിടെയാണ് നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത്. കൊടുക്കേണ്ട ആളെ ഞാൻ എൻ്റെ ആമുഖത്തിൽ ഓതി കേൾപ്പിച്ച ആയത്തുണ്ട്. സൂറത്ത് തൗബയുടെ 60-ാമത്തെ ആയത്താണ്. സ്വതക്ക ദാനധർമ്മം, നിർബന്ധ ദാനധർമ്മം കൊടുക്കേണ്ടത് ആർക്ക്? പരമദരിദ്രന്മാർക്കാണ് കൊടുക്കേണ്ടത്. 1-ാമത്തെ കാറ്റഗറിയിൽ വരുന്നത് പരമദരിദ്രന്മാരാണ്. 2-ാമത്തേത് വൽ മസാക്കീൻ, പാവപ്പെട്ടവരാണ്. മിസ്കീന്മാർ എന്ന് പറഞ്ഞാൽ അവർക്ക് ജോലിയുണ്ട്, വരുമാനമുണ്ട്, വാഹനമുണ്ട്, ഇതെല്ലാം ഉണ്ട്. പക്ഷേ ജീവിതത്തിന്റെ 2 അറ്റങ്ങൾ തൊട്ട് യോജിപ്പിക്കാൻ കഴിയാത്ത ആൾക്കാരുണ്ടാവും. അവർക്ക് ഈ കാണുന്നതൊക്കെ ഉണ്ട്, സമൂഹത്തിൽ അവർ മാന്യന്മാരായിരിക്കും. പക്ഷേ ആരോട് അയാൾ ചോദിക്കൂല, അയാൾ പ്രയാസം ആരോട് പറയല. പക്ഷേ നിത്യ ജീവിതം കഴിഞ്ഞു പോകാൻ വലിയ പ്രയാസമാണ്. കുട്ടികളുടെ വിദ്യാഭ്യാസ ഫീസ്, അതുപോലെ അവരുടെ വസ്ത്രങ്ങള്, അവരുടെ ദൈനംദിന ചിലവുകൾ, ഇതൊക്കെയായിട്ട് തനിക്കുണ്ടാകുന്ന വരുമാനത്തിൽ കൊണ്ട് 2 അറ്റം കൂട്ടിയോജിപ്പിക്കാൻ പറ്റാത്ത ആൾക്കാർക്കാണ് മിസ്കീൻ എന്ന് പറയുന്നത്. അവർക്കാണ് 2-ാമത്തെ കാറ്റഗറിയിൽ വരുന്നത്. 3-ാമത് വൽ ആമിലീന അലൈഹ, സകാത്തിന്റെ ഉദ്യോഗസ്ഥന്മാരാണ് ഒന്ന്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഉള്ള ആൾക്കാർ. ഇനി നമ്മൾ സകാത്ത് സമിതിയിൽ അങ്ങനെയുള്ള ആൾക്കാർ ഉണ്ടെങ്കിൽ അവരുണ്ട്. പിന്നെ ഹൃദയം ഇസ്ലാമുമായി അടുത്ത ആൾക്കാർ, ഹൃദയം ഇസ്ലാമുമായി അടുത്തവർ എന്നതാണ് അതിന്റെ ഉദ്ദേശം. മുസ്ലിം ആയിട്ടില്ല, പക്ഷെ അവര് 99.99% ഇസ്ലാമിനോട് ഹൃദയം അടുത്തവരാണ്. ഒരിക്കല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കല് ഒരാൾ വന്ന്, അയാള് ഇസ്ലാമിക ആയിട്ടില്ല, ഞാൻ ഈ പറഞ്ഞതുപോലെയുള്ള ഒരാളാണ്.
അയാൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്തു, സക്കാത്തുൽ ഫിത്ർ കൊടുത്തു. എന്നിട്ട് അയാൾ കബീലയിൽ പോയിട്ട് പറയുന്നുണ്ട്, ഇസ്ലാം ആകാം നമുക്ക്. കാരണം എന്താ അറിയോ, മുഹമ്മദിന്റെ അടുക്കൽ ചെന്നാൽ നമ്മൾ പട്ടിണിയാവില്ല, മുഹമ്മദ് സംരക്ഷിക്കും. ഈ ഒരു മുഅല്ലഫത്തുൽ ഖുലൂബ് എന്ന് പറയുന്നത് ഉദ്ദേശം ഇതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കും. മറ്റൊന്ന് പിന്നെ അടിമമോചനത്തിന് വേണ്ടി ഇത് ഉപയോഗപ്പെടുത്താം. കടം കൊണ്ട് വിഷമിക്കുന്ന ഒരാളുണ്ടെങ്കിൽ അയാൾക്ക് നമ്മൾ സക്കാത്തും കൊടുക്കാം, ഫിത്ർ സക്കാത്തും കൊടുക്കാം. മറ്റൊന്ന് അള്ളാഹുവിന്റെ മാർഗത്തിൽ യാത്രക്കാരന് ഇങ്ങനെയാണ് അതിന്റെ കാറ്റഗറികൾ. ഇങ്ങനെ 8 വിഭാഗത്തെ അള്ളാഹു തആല പറയുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ഇത് കൊടുക്കുന്നതിനാണ് പുണ്യം, അത് വാങ്ങിക്കുന്നതിന് വലിയ പുണ്യമൊന്നുമില്ല. വാങ്ങുമ്പോൾ ആലോചിക്കണം, ഞാൻ ഈ 8ൽ ഏതിലാണ് പെട്ടത്. ആ ലിസ്റ്റിൽ എന്റെ പേരില്ലാലോ എന്ന് പറഞ്ഞ് നമ്മൾ അങ്ങോട്ട് പേര് ചേർപ്പിക്കേണ്ട ആവശ്യവുമില്ല. എന്തുകൊണ്ടെന്നാല് നമ്മൾ അർഹരാണെങ്കിൽ മാത്രമേ ഇത് വാങ്ങാൻ പാടുള്ളൂ. അർഹരല്ലെങ്കിൽ അർഹരായ ആൾക്കാരുടെ അവകാശം നമ്മൾ അനധികൃതമായിട്ട് കൈകാര്യം ചെയ്യുന്നതാണ്, നമ്മൾ കൈപ്പറ്റുന്നതാണ്. അത് പാടില്ല, അത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ലിസ്റ്റില് പേരുണ്ടാകുമ്പോൾ നമുക്ക് ആ ഫിത്ർ സക്കാത്ത് തരുമ്പോഴും നമ്മുടെ നാട് ഞാൻ ഈ 8ൽ ഏതിൽ പെടൂലേ, നോ പറയണം, എനിക്ക് വേണ്ട എന്ന് പറയാൻ കഴിയണം. പെടുമെങ്കിൽ നമ്മൾ അതൊന്നും പറയണ്ട, നമുക്കത് സ്വീകരിക്കുകയും ചെയ്യാം. ഇനി മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയാണ് അത് വിതരണം ചെയ്യേണ്ടത് എന്നതാണ്. നമ്മുടെ നാടുകളിൽ അത് സംയുക്തമായിട്ടാണ് വിതരണം ചെയ്യുന്നത്, സംഘടിതമായിട്ടാണ് വിതരണം ചെയ്യുന്നത്. ആ സംഘടിതമായിട്ട് വിതരണം ചെയ്യുന്നതിൽ ഒരുപാട് കാര്യങ്ങൾ, നേട്ടങ്ങൾ അതിലുണ്ട്. ഈ ചിലർക്ക് കിട്ടും, ചിലർക്ക് കിട്ടൂല എന്നുള്ളതായിരിക്കുന്ന ഒരു ഏർപ്പാടില്ലാതെ പരിചയമുള്ള ആൾക്കാർ കൊടുക്കും, പരിചയമില്ലാത്ത ആൾക്കാർക്ക് കിട്ടൂല. ആ സംവിധാനങ്ങൾക്ക് ഇല്ലാതായി എല്ലാവർക്കും കിട്ടുന്ന ഒരു രീതി ഉണ്ടാകും. അതുപോലെ അത് സ്വീകരിക്കുന്ന ഒരു മാന്യത ഉണ്ടാകും, മാന്യമായിട്ട് സ്വീകരിക്കാം. പിന്നെ എനിക്ക് ഒരാൾ ഫിത്ർ സക്കാത്ത് തരുമ്പോൾ അയാളോട് വിധേയത്വം എനിക്ക് എപ്പോൾ ഉണ്ടാകും. സമിതിയിൽ കൂടിയിട്ടിരിക്കുമ്പോൾ ആ വിധേയത്വം ഇല്ല, ആ വിധേയത്വം ഇല്ലാതിരിക്കാൻ കഴിയും. അങ്ങനെ ഇപ്പൊ ഇല്ലെങ്കിലും വീട്ടുപടിക്കൽ ചെന്നിട്ട് സക്കാത്തിന് വേണ്ടിയിട്ട് സഞ്ചിയുമായിട്ട് ചെല്ലുന്ന ഒരു രീതി ഉണ്ടായിരുന്നു, നമ്മുടെ നാടുകളിൽ ഇപ്പൊ ഇല്ല. അതൊക്കെ അത്തരം കാര്യങ്ങളൊക്കെ ഇല്ലാതാക്കാൻ അതുകൊണ്ട് കഴിയുന്നു. അതുപോലെ വേറൊരു ഏറ്റവും സൗകര്യം നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഒരേ അരിയാകുമ്പോൾ ആ കിട്ടുന്ന ആൾക്കാർക്ക് ഒരു ഉപകാരം ഉണ്ടാവും. ഇല്ലെങ്കിൽ 500 അരി ഒരരി, വേറെ റേഷൻ പീടിയിൽ നിന്ന് വാങ്ങിയ 500 വേറെ, ഇങ്ങനെ കുറേ കിഴിക്കെട്ടുകളായിട്ട് അത് കിട്ടുന്ന ആൾക്കാർക്ക് ഒരു ഉപകാരമൊന്നും ഉണ്ടാവില്ല. അങ്ങനെയുള്ള ചില ഉപകാരങ്ങളും ഈ സമിതി കൊണ്ടുണ്ട്. മാത്രവുമല്ല മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സംയുക്തമായി ഏകീകരിച്ചുകൊണ്ടാണ് സ്വീകരിച്ചത്. സ്വഹാബത്ത് എങ്ങനെയാണ് സ്വീകരിച്ചത്, റാഷിദുകൾ എങ്ങനെയാണ് സ്വീകരിച്ചത്, അവര് ശേഷം വരുന്ന പല ഭരണാധികാരികളും അങ്ങനെയാണ് സ്വീകരിച്ചത്. ആ ഒരു രീതിയാണ് നമ്മൾ ആ വിഷയത്തിൽ എടുക്കേണ്ടത്. പിന്നെ എവിടെ വിതരണം ചെയ്യണം? വിതരണം ചെയ്യേണ്ടത് സ്വന്തം മഹല്ലിൽ തന്നെയാണ്. ആ മഹല്ലില് ഇത്തരം അവകാശികളുണ്ടെങ്കിൽ അവിടെ തന്നെയാണ് 1ാം സ്ഥാനം കൽപ്പിക്കേണ്ടത്. അവർക്ക് ശേഷം മറ്റ് സ്ഥലങ്ങളിലേക്ക് നഖല് ചെയ്യൽ എന്ന് അങ്ങോട്ട് മാറ്റിക്കൊടുക്കുന്നത് വിരോധമില്ല, അത് ജായിസാണ് എന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. കിതാബുകൾ രേഖപ്പെടുത്തി വെച്ചിട്ട് അതും ഒരു പറ്റാത്തൊരു വിഷയമല്ല. പക്ഷേ ഒന്നാമതായിട്ട് ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ നാടുകളിലുള്ള ഇത്തരം ആൾക്കാരെ തെരഞ്ഞു പിടിച്ചുകൊണ്ട് അവർക്ക് എത്തിച്ചു കൊടുക്കണം എന്നതാണ്. അതുപോലെ സക്കാത്ത് സമിതി ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ആ വഹിക്കുന്ന സ്ഥാനം ഉണ്ടല്ലോ, അവര് ഉള്ള ആ ഏറ്റെടുത്ത ഉത്തരവാദിത്വം. ആധുനിക പണ്ഡിതന്മാർ അങ്ങനെയാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാല് റസൂലുള്ളാഹിയുടെ കാലത്തുള്ള ബൈത്തുൽ മാല്, ഖലീഫമാരുടെ കാലത്തുള്ള ബൈത്തുൽ മാലിന്റെ ആ ട്രസ്റ്റ് പോലെയാണ് ഇന്ന് അവരുള്ള സമിതി എന്നവർ മനസ്സിലാക്കണം. വളരെ കൃത്യതയോടുകൂടി കൈകാര്യം ചെയ്യാൻ കഴിയണം. ഒരു കാര്യക്ഷമതയില്ലാത്ത, സത്യസന്ധതയില്ലാത്ത ഒരു രീതിയൊന്നും ആ സക്കാത്ത് സമിതിയുമായി ബന്ധപ്പെട്ടുണ്ടാക്കാൻ പാടില്ല. നമ്മൾ മറ്റുള്ള സംവിധാനങ്ങളൊന്നും, ഇത് അള്ളയായിട്ടുള്ള ഒരു ഏർപ്പാടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് പിന്നെ അരി വാങ്ങുന്നിടത്തിന് കമ്മീഷൻ പറ്റാനുള്ളതായിരിക്കുന്ന ഒരു താല്പര്യത്തോടു കൂടി പിന്നെ താൻ അരി വാങ്ങുക, ഇങ്ങനെയൊന്നും പാടില്ല. അതൊക്കെ വളരെ ശ്രദ്ധിക്കണം. കമ്മീഷൻ പറ്റുക എന്നുള്ളതായിരിക്കുന്ന ഏർപ്പാട് തന്നെ ശ്രദ്ധിക്കേണ്ടതാണ്. എന്തുകൊണ്ട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സക്കാത്ത് പിരിക്കാൻ വേണ്ടിയിട്ട് ഒരു മനുഷ്യനെ അയക്കുന്നുണ്ട്.
അയാൾ ഒരു കബീലയിൽ പോയിട്ട് സക്കാത്ത് പിരിച്ചു കൊണ്ടുവന്ന് എന്നിട്ട് അയാളെ ആ സക്കാത്തിന്റെ മുതലെടുത്തിട്ട് ഇത് നിങ്ങൾക്കുള്ളത്, ഇത് എനിക്കുള്ളത്, ഇത് നിങ്ങൾക്കുള്ളത്, ഇത് എനിക്കുള്ളത് എന്നിങ്ങനെ രണ്ട് വിഹിതം ഇങ്ങനെ വെച്ചപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം ആകെ ചുവന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വല്ലാതെ ദേഷ്യം പിടിച്ചു. എന്നിട്ട് റസൂൽ ചോദിക്കുന്ന ഒരു വാക്കുണ്ട്. എന്താ വാക്കെന്നറിയോ? നിങ്ങളിൽ ചില ആൾക്കാരെ ഞാൻ സക്കാത്തിന്റെ സമ്പത്ത് പിരിക്കാൻ വേണ്ടി അയക്കുന്നു, എന്നിട്ട് നിങ്ങൾക്ക് അവർ നൽകുന്നു. ഇതുവരെ വന്നിട്ട് നിങ്ങൾ എന്റെ മുന്നിൽ വെച്ച് നിങ്ങൾ പറയുന്നു ഇത് നിങ്ങൾക്കുള്ളതാണ്, ഇത് എനിക്കുള്ളതാണ് എന്നിങ്ങനെ ഈ രീതിയിലുള്ള സംസാരം നിങ്ങൾ നടത്തുന്നു. ഇത്തരക്കാരുടെ ബാപ്പയുടെ വീട്ടിലെങ്ങാനും അവർ ഇരുന്നു കഴിഞ്ഞാൽ ഇവർക്ക് ഇത് ലഭിക്കുമോ? എന്ത് കാരണവശാലാണ് ഇവർ ഇത് ഞങ്ങൾക്കുള്ളത് എന്ന് പറയുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട്. ആ വാക്കുകൾ നമ്മുടെ ഭാഷയിലേക്ക് ഒന്ന് വിവർത്തനം, നാടൻ ഭാഷയിലേക്ക് ഒന്ന് വിവർത്തനം ചെയ്ത് നോക്കും. എത്ര ഗൗരവമുള്ള വാക്കാണത് എന്ന്. അപ്പോ നമ്മൾ സക്കാത്തിന്റെ സമിതിയിലുള്ള ആൾക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യമാണത്. കമ്മീഷൻ പറ്റാൻ ഉള്ള ലക്ഷ്യത്തോടുകൂടി അത്തരം കാര്യങ്ങൾ വീഴ്ചകൾ വരുന്നത് വളരെ ഗൗരവമായി സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം എന്നതുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ